പ്ലസ് ടുവിന് ശേഷം മിക്ക സ്റ്റുഡൻസിനോടൊരു ചോദ്യമാണ് ഹെൽത്ത് കെയർ മേഖല ഞാൻ ഏതൊരു കരിയർ തിരഞ്ഞെടുക്കും. BSc നഴ്സിംഗ് ചൂസ് ചെയ്യണോ, മെഡിക്കൽ ലാബ് ടെക്നോളജി ചൂസ് ചെയ്യണോ, അതോ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആയാലോ? നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും അവർ ഏതെങ്കിലും വേറെ കോഴ്സ് എടുക്കാൻ പറയും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാലും അതേ ഉത്തരം. ഇനി ഗൂഗിളിലോ ChatGPT നോക്കി 100 കണക്കിന് ഉത്തരമായിരിക്കും. ബട്ട് ദ ട്രൂത്ത് ഈസ് ഇതിലെല്ലാ കോഴ്സുകളും എല്ലാവർക്കും സ്യൂട്ട് ആകുന്നതല്ല. എന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസും ഇൻട്രസ്റ്റിനും അനുസരിച്ച് ഒരു കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഓവറായിട്ട് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ബിഹൈൻഡ് ദി സീൻസ് വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് മെയിൻലി ലാബിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പേഷ്യൻസിൻ്റെ ബ്ലഡ്, യൂറിൻ, ടിഷ്യൂ പോലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്ത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ടെസ്റ്റുകൾ നടത്തി ആ ടെസ്റ്റുകൾ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്. അപ്പോൾ നിങ്ങൾക്ക് ബയോളജി, കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ തന്നെ ലാബിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കരിയർ നിങ്ങൾക്ക് പറ്റിയതാണ്. ഇനി നിങ്ങൾക്ക് എബ്രോഡ് പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് പ്രൊഫഷൻ പ്രൊവൈഡ്സ് യു പ്ലെൻറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദിസ് ഈസ് ഓൾസോ എ പ്രോമിസിംഗ് കരിയർ. ഇനി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് ഓപ്പറേറ്റിംഗ് മെഷീൻസ് ലൈക്ക് എക്സ്റേ, MR സ്കാൻ, CT സ്കാൻ, പിന്നെ പേഷ്യൻസിൻ്റെ ബോഡിയിലുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നതൊക്കെയാണ്. ഇതിൽ നിങ്ങൾ പേഷ്യൻസുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമേജിംഗ് എക്യുപ്മെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, അതിനനുസരിച്ച് ഹൈ ക്വാളിറ്റി ഡയഗ്നോസ്റ്റിക് ഇമേജസ് ക്യാപ്ചർ ചെയ്യുക, റിവ്യൂ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, പിന്നെ ഡോക്ടേഴ്സ്, നഴ്സസ്, റേഡിയോളജിസ്റ്റുകളൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നതൊക്കെയാണ് ഡ്യൂട്ടീസ്. നിങ്ങൾക്ക് ബയോളജിയും ഫിസിക്സും ഇഷ്ടമാണെങ്കിൽ, പിന്നെ നിങ്ങളൊരു ഇൻ്റർനാഷണൽ കരിയർ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, ഡയഗ്നോസ്റ്റിക്സ് ലാബിലൊക്കെ ഒരു റെസ്പെക്റ്റബിൾ കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് പറ്റിയതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും പേഷ്യൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നഴ്സിംഗ് ഇസ് ദി റൈറ്റ് ചോയ്സ് ഫോർ യു. ഈ ഒരു കരിയർ എന്ന് പറയുന്നത് പേഷ്യൻസുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നൊരു കരിയറാണ്. അവരെ കെയർ ചെയ്ത്, ട്രീറ്റ് ചെയ്ത്, അവർക്ക് കറക്റ്റ് ടൈമിലൊക്കെ മെഡിസിൻസ് കൊടുത്ത്, അവരെ ഹെൽത്തൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്ത് ഡോക്ടേഴ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടീസ്. നിങ്ങൾക്ക് എബ്രോഡിൽ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് ഈസ് ദി റൈറ്റ് ഓപ്ഷൻ. കമ്പയറിംഗ് ടു അതർ പ്രൊഫഷൻസ്, PR കിട്ടാനും ലൈസൻസ് കിട്ടാനും ഇവിടെ വളരെ എളുപ്പമാണ്. പിന്നെ ഹൈലി ജോബ് സെക്യൂരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് പേഷ്യൻസ് എമ്പതിയും ഉണ്ടെങ്കിൽ ഈ ഒരു കരിയർ നിങ്ങൾക്ക് സ്യൂട്ട് ആകും. പിന്നെ നിങ്ങൾക്ക് ലോങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വന്നാലും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്യൂട്ട് ആകും. പിന്നെ ജസ്റ്റ് സാലറി ഫോക്കസ് ചെയ്യാതെ ഇതൊരു സോഷ്യൽ സർവീസ് ആണെന്നുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റിയതാണ്. ഹോസ്പിറ്റലാവട്ടെ, ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ആവട്ടെ, ഈ 3 പ്രൊഫഷനും ഹയർ ഡിമാൻഡാണ്. എന്നാൽ അബ്രോഡിൽ നേഴ്സിംഗിന് തന്നെയാണ് ബിഗ്ഗസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വോളിയം ഉള്ളത്. But for lab technologists or imaging technologists, they are also needed in every country because they are facing huge staff shortage in this field. പിന്നെ നിങ്ങൾ സാലറി നോക്കുമ്പോൾ നിങ്ങളുടെ സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റോള്, എക്സ്പീരിയൻസ്, ലൊക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഇഫ് യു ഹാവ് എനി സ്പെഷ്യലൈസേഷൻ ഓർ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ്, യുവർ ഇൻകം വിൽ ബി മച്ച് മോർ ഹയർ. അപ്പോൾ ഞാൻ ഈ ഒരു 3 കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 3 കോഴ്സുകളെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് ദിസ് നമ്പർ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടന്റ്സ് ലൈക്ക് ദിസ്. താങ്ക് യു.